ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് ആക്ടിവിറ്റി റേഷ്യോയിലെ ബാക്കി വരുന്ന റേഷ്യോസാണ്. ആക്ടിവിറ്റി റേഷ്യോ മൊത്തം 6 ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 3 അതിൽ 2 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു, ITRും DTRും. ഇനി അടുത്തതുള്ളത് CTR ആണ്. അതായത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇനി പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. അതും ബാക്കിയുള്ള ആക്ടിവിറ്റി റേഷ്യോസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രെഡിറ്റർ ടേൺ ഓവർ റേഷ്യോ ആണ്. അതായത് ആക്ടിവിറ്റി റേഷ്യോയിലെ തേർഡ് വൺ. ഫസ്റ്റ് വൺ എന്ത് പഠിച്ചു? നമ്മൾ ITR ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ പഠിച്ചു. സെക്കൻഡ് വൺ ആയിട്ട് നമ്മൾ DTR ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ പഠിച്ചു. ഇനി തേർഡ് വൺ ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഷോർട്ടായിട്ട് CTR എന്ന് പറയും. Okay, it shows the relationship between credit purchase and average creditors including bills receivable. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നേരത്തെ ചെയ്ത വർക്കൗട്ട് ചെയ്ത DTRന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയുന്നത് CTR എന്ന് പറയുന്നത്. അവിടെ DTRൽ നമ്മൾ എന്തായിരുന്നു, ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും അതുപോലെ ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ മേടിക്കുക, നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യും. അപ്പോൾ പർച്ചേസ് ആണ് വരിക. അതിൽ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രെഡിറ്റ് purchase and average creditors including bills receivable. ക്രെഡിറ്റ് പർച്ചേസും ആവറേജ് ക്രെഡിറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യാനുള്ള റേഷ്യോ ആണ് എന്ന് പറയുന്നത് CTR എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് ഇൻ മേക്കിംഗ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര നാളത്തെ പീരീഡ് ഓഫ് ക്രെഡിറ്റ് ആണ് നമ്മുടെ സപ്ലയർ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റർ നമുക്ക് അലൗ ചെയ്ത് തന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാറില്ലേ, 2 months. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് 3 months അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് കളക്ഷൻ പീരീഡ് 4 months എന്നൊക്കെ പഠിച്ചില്ലേ. അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്, CTR ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ദ ക്രെഡിറ്റേഴ്സ് ഇൻ മേക്കിംഗ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസസ്. നമ്മൾ നടത്തിയ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ പേയ്മെൻറ്റ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഈ CTR കണ്ടുപിടിച്ചാൽ മതി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ പേയബിൾ ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് ബിൽസ് പേയബിളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നും വിളിക്കാം പേയബിൾ ടേൺ ഓവർ റേഷ്യോ എന്നും വിളിക്കാം. എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ലോവർ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്. നമുക്ക് കിട്ടിയിട്ട് ഈ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടിയ ആൻസർ ഒരു ലോ റേഷ്യോ ഹൈ റേഷ്യോ ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്തേക്കുന്നത് വളരെ കുറച്ചാണ്. അതായത് അധികം ഡ്യൂറേഷൻ പീരീഡ് അധികം ഒന്നുമില്ല, ചിലപ്പോൾ 1 month അല്ലെങ്കിൽ ഹാഫ് മന്ത് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അലൗ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് CTR കണ്ടുപിടിച്ചാൽ എത്ര ഡേറ്റ് എന്ന് അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഇത് കണ്ടുപിടിക്കേണ്ടത് പേയബിൾ പീരീഡ് കണ്ടുപിടിക്കുന്നത്. അത് കൃത്യമായിട്ട് മന്ത്സ് എത്രയാണെന്ന് അറിയാം. CTR കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റേഷ്യോ ഒരു ഹൈ റേഷ്യോ ആണെങ്കിൽ അതിൽ നമുക്ക് എന്ത് ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റും, allowed by the credit period allowed by the creditor is very short. വളരെ കുറച്ചാണ് നമുക്ക് ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടുന്ന റേഷ്യോ ഒരു ലോ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് ലോങ് ആണ് അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസിയാണ്. നമുക്ക് എപ്പോഴും എന്താ ആഗ്രഹം, നമുക്ക് മാക്സിമം ഡിലേ വരുത്തണം. അതായത് ഇപ്പോൾ ഒരു സപ്ലൈയുടെ അടുത്ത് 1 month ആണ് ഡ്യൂറേഷൻ ഡേറ്റ്, വേറൊരു സപ്ലൈയുടെ അടുത്ത് 2 month ആണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരുടെ അടുത്തേക്ക് പോകുള്ളൂ, 2 months ഡ്യൂറേഷൻ തരുന്ന സപ്ലൈയുടെ അടുത്തേക്ക് പോകുള്ളൂ. കാരണം നമ്മൾ ഇന്ന് മേടിച്ചാൽ നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പം നമുക്ക് എപ്പോഴും താല്പര്യം എന്താണ്, ഡ്യൂറേഷൻ കൂടുതൽ കിട്ടണമെന്നാണ്. അപ്പം ഏത് സപ്ലൈയറാണ് ഡ്യൂറേഷൻ കൂടുതൽ കിട്ടുന്നത് അതായിരിക്കും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന CTR കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റേഷ്യോ ഒരു ലോ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മാക്സിമം ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് പോളിസിയാണ്. അതേസമയം നമുക്ക് കിട്ടുന്ന റേഷ്യോ ഒരു ഹൈ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്രെഡിറ്റർ അലൗ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് വളരെ ഷോർട്ടാണ്, നമുക്ക് ഫേവറബിൾ അല്ല. അതായത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് അടുത്ത ഇക്വേഷനാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയുടെ മീനിങ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രെഡിറ്റ് പർച്ചേസ് ആൻഡ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. നമുക്ക് ഒരു സപ്ലയർ എത്ര ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്തിരിക്കുന്നു, അത് ഹൈ ആണ് ലോ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള റേഷ്യോ ആണ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന റേഷ്യോ ഒരു ഹൈ റേഷ്യോ ആണെങ്കിൽ നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന പീരീഡ് കുറവാണ്. ഓപ്പോസിറ്റ് ചിന്തിക്കാട്ടോ, ഹൈ റേഷ്യോ ആണെങ്കിൽ പീരീഡ് കുറവാണ്, ലോ റേഷ്യോ ആണെങ്കിൽ പീരീഡ് കൂടുതലാണ്. ഓക്കെ.
ദെൻ ഇനി CTR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. CTR എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. ദെൻ ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെ കാണാം? നമ്മൾ DTR പഠിച്ചു. ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞോണം തന്നെ ഇവിടെ എന്ത് ചെയ്യുക? ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് ലെസ് ചെയ്ത് പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അതും കൂടി ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ക്രെഡിറ്റ് പർച്ചേസ് കിട്ടി. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ഓക്കെ. ദെൻ ആവറേജ് ക്രെഡിറ്റേഴ്സ് എങ്ങനെ കിട്ടുക? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മൾ നേരത്തെ ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുക. ക്രെഡിറ്റേഴ്സിൻ്റെയും ബിൽസ് പേയബിളിൻ്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ക്രെഡിറ്റേഴ്സും കിട്ടി. ഓക്കെ. അപ്പോൾ ഇത്രയ്ക്കാണ് തുടക്കത്തിലുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. CTRന്റെ മീനിങ് നോക്കി വയ്ക്കുക, അതിൻ്റെ ഡെഫിനേഷനും പഠിക്കുക. ഓക്കെ. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഇനി ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് CTR കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സാക്റ്റ് ഡേറ്റ് മന്ത് എത്ര മന്ത്സ് ആണ് കൃത്യമായിട്ട് കിട്ടില്ല, ഒരു റേഷ്യോ ആണ് കിട്ടുള്ളൂ. നേരത്തെ നമ്മൾ DTR പറഞ്ഞാൽ ഇത്ര ടൈംസ് എന്ന് കിട്ടുള്ളൂ. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ്സിലേക്കോ മന്ത്സിലേക്കോ വീക്സിലേക്കോ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഇറ്റ് മീൻസ് ദ ക്രെഡിറ്റ് പീരീഡ് എൻജോയ്ഡ് ബൈ ദ ഫേം. നമുക്ക് എത്രയാണ് ഒരു ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്തേക്കുന്നത്? ഒരു സപ്ലയർ നമുക്ക് എത്രയാണ് ക്രെഡിറ്റ് പീരീഡ് അലൗ ചെയ്ത് തന്നിരിക്കുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ഓർ ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്നും പറയും, അല്ലെങ്കിൽ ആവറേജ് ഏജ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നും പറയും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എളുപ്പമാണ്. നേരത്തെ പോലെ തന്നെയാണ് 365 or 52 or 12 ഡിവൈഡഡ് ബൈ CTR. നമ്മൾ ITRലും ഇങ്ങനെ തന്നെയാണ്, DTRലും ഇങ്ങനെ തന്നെയാണ്, ഇതിലും അങ്ങനെ തന്നെ 365 or 52 or 12 ഡിവൈഡഡ് ബൈ CTR ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടി? ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച CTR നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ വെലോസിറ്റി കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും 2 മാസമാണ്. നമ്മൾ ക്വസ്റ്റ്യനിലൊക്കെ തരുന്ന പോലെ ക്രെഡിറ്റേഴ്സ് ഡ്യൂ പീരീഡ് 2 months എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ ഈ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. അപ്പോൾ നമുക്ക് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര ആഴ്ചയാണ് എത്ര മാസമാണ് കൃത്യമായിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ, ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ. അതായത് നമ്മൾ CTR പറഞ്ഞ ഇക്വേഷനിൽ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ നേരത്തെ സ്ലൈഡിൽ എന്താണ് എഴുതിയത്? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2 ആണ് തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ തന്നെയാണ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ITRൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് ഇൻവെന്ററി കണ്ടുപിടിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ മാത്രം ആവറേജ് കണ്ടുപിടിക്കുക. ക്ലോസിംഗ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് തന്നെയാണ് എന്തായിട്ട് എടുക്കേണ്ടത്? ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. ഞാൻ DTRൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അതിനും ഇത് അപ്ലിക്കബിൾ ആണ്. സപ്പോസ് അതായത് നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും DTRും ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും തന്നാൽ മാത്രം ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ആ ക്വസ്റ്റ്യനിലെ DTR കാൽക്കുലേഷനിലും ഇതുപോലെ തന്നെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സും ക്ലോസിംഗ് ബിൽസ് റിസീവബിളും മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? by 2 ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലോസിംഗ് ബിൽസ് റിസീവബിളും ഡെപ്റ്റേഴ്സും കൂടി കൂട്ടി അത് തന്നെ by 2 ചെയ്യാണ്ട് ആ എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ആവറേജ് ഡെപ്റ്റേഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ആവറേജ് ക്രെഡിറ്റേഴ്സും ഇതുപോലെ തന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാൽ മാത്രം രണ്ടും കൂടി ആഡ് ചെയ്ത് 2 അല്ല 4 കൂടി ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിളും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആഡ് ചെയ്ത് by 2 ചെയ്യുക. ക്ലോസിംഗ് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ by 2 ചെയ്യേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ക്രെഡിറ്റേഴ്സ് കിട്ടി. ഓക്കെ. അപ്പോൾ ഇതാണ് CTRന്റെ തിയറി പാർട്ട് കഴിഞ്ഞ പ്രോബ്ലം ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ CTR കണ്ടുപിടിക്കുക. ആദ്യം CTR കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്ത് കണ്ടുപിടിക്കുക? ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കൂടി കണ്ടുപിടിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും വെലോസിറ്റി കൂടി കണ്ടുവച്ചിടുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് CTR മാത്രമായിരിക്കും ചോദിക്കുക. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എന്തുകൂടി കണ്ടുപിടിച്ചിടുക? വെലോസിറ്റി കൂടി കണ്ടുപിടിച്ചിട്ടാൽ നമുക്ക് കുഴപ്പമില്ല, എളുപ്പമാണുള്ളത് കണ്ടുപിടിക്കാനും. അതാണ് നല്ലത്. ചോദിച്ചില്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. ഇതാണ് CTRന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് 1,20,000, ഓപ്പണിംഗ് ബിൽസ് പേയബിൾ 30,000, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് 90,000, ക്ലോസിംഗ് ബിൽസ് പേയബിൾ 40,000, total purchases 10 lakh, return outward 20,000, cash purchases 1,40,000.
take 360 days in a year, calculate CTR and velocity. അപ്പോൾ എന്താണ് എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും എല്ലാതും തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ആദ്യം ഇക്വേഷൻ എഴുതാം. CTR is equal to credit purchases divided by average creditors including bills payable. അതാണ് ഇക്വേഷൻ എടുത്ത് എഴുതാം. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചാൽ ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ടോട്ടൽ പർച്ചേസ് എത്രയാണ് തന്നിരിക്കുന്നത്? 10 lakhs തന്നിട്ടുണ്ട്. 10 lakhs മൈനസ് ക്യാഷ് പർച്ചേസ് 1,40,000 ആണ്, അത് എഴുതുക. മൈനസ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെയാണ് റിട്ടേൺ ഔട്ട്വേർഡ് ആണ്, നമ്മൾ മേടിച്ചത് തിരിച്ചു പോകുന്നു. അതായത് റിട്ടേൺ ഔട്ട്വേർഡ് തന്നെയാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞത് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ 10 lakhsൽ നിന്ന് 1,40,000ഉം 20,000ഉം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8,40,000 കിട്ടും. അപ്പോൾ അതാണ് ക്രെഡിറ്റ് പർച്ചേസസ് 8,40,000. അപ്പോൾ നമ്മൾ ആദ്യത്തത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ കണ്ടുപിടിക്കണം. ഇനി എന്താണ് ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എടുത്ത് എഴുതാം. 1,20,000 പ്ലസ് 30,000 പ്ലസ് 90,000 പ്ലസ് 40,000. അപ്പോൾ എല്ലാതും ഓപ്പണിങ്ങും ക്ലോസിങ്ങും രണ്ടിൻ്റെ എടുത്ത് എഴുതി ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,40,000 ആണ് നമ്മുടെ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് CTR കണ്ടുപിടിക്കാൻ രണ്ട് ഡീറ്റെയിൽസും കിട്ടി, ക്രെഡിറ്റ് പർച്ചേസും കിട്ടി, ആവറേജ് ക്രെഡിറ്റേഴ്സും കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിൽ എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ച ക്രെഡിറ്റ് പർച്ചേസ് എത്രയായിരുന്നു? 8,40,000 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച ആവറേജ് ക്രെഡിറ്റേഴ്സ് 1,40,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. CTR ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എല്ലാ ആക്ടിവിറ്റി റേഷ്യോസും ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പം എന്തെന്ന് എഴുതാം? 6 times നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ നമ്മൾ CTR ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 365 ബാർ ഓർ 52 ഓർ 12 ഡിവൈഡഡ് ബൈ CTR ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെ പ്രത്യേകിച്ചും പറഞ്ഞിട്ട് എന്താണ്? 360 days in a year എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഡേയ്സിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതും എടുക്കേണ്ട ഡേയ്സ് എന്ന് പറയുന്നത് 360 ആണ്. നമ്മൾ സാധാരണ പഠിച്ചിട്ടുണ്ട് 365 days in a year എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഡേയ്സിൽ തന്നെ എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കും വേണം. അതിൻ്റെ ഇക്വേഷനിൽ 365 എന്ന് എടുക്കാൻ പാടില്ല. എത്ര എടുക്കാനോ പാടുള്ളൂ? 360 എന്ന് എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എഴുതാം 360 ഡിവൈഡഡ് ബൈ CTR നമുക്ക് നേരത്തെ എത്ര കിട്ടിയ? 6 ആണ് കിട്ടിയത്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 60 days. അപ്പോൾ നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന നമ്മുടെ സപ്ലയർ നമുക്ക് അലൗ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 60 days ആണ്. അതായത് 2 മാസമാണ് ആള് അലൗ ചെയ്തിരിക്കുന്ന ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ CTRും കണ്ടുപിടിച്ചു, വെലോസിറ്റിയും ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ടോട്ടൽ പർച്ചേസസ് 4,20,000, ക്യാഷ് പർച്ചേസസ് 40,000, പർച്ചേസ് റിട്ടേൺ 20,000, creditors 70,000, bills payable 10,000, provision for discount on creditors 3,750. Calculate CTR and velocity. രണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. വേറെ കുഴപ്പങ്ങളൊന്നും അവിടെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ DTR കണ്ടുപിടിക്കുമ്പോഴും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എടുക്കണ്ട, നമുക്ക് ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ആ ഇൻഫർമേഷൻ്റെ ആവശ്യമില്ല, തെറ്റിക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നു. അതായത് അവിടെ തന്നിരിക്കുന്ന ഈ 3,750 എന്ന ഫിഗർ ഒരു ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. അത് മാത്രമാണ് ചേഞ്ച് ഉള്ള. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എടുക്കേണ്ട ആവശ്യം ഇല്ല. വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ ഓപ്പണിംഗ് തന്നിട്ടില്ല, ക്ലോസിങ്ങും മാത്രമേ തന്നിട്ടുള്ളൂ. ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നാലാണ് രണ്ടും കൂടി ആഡ് ചെയ്ത് ബൈ 2 ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ക്ലോസിങ്ങും മാത്രമേ തന്നുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ബൈ 2 ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് ക്രെഡിറ്റേഴ്സ് കിട്ടി. ഓക്കെ, ആ രണ്ട് പ്രത്യേകതകളാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം CTRൻ്റെ ഇക്വേഷൻ ചെയ്താൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ അത് എഴുതി. ദെൻ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ഇക്വേഷൻ എഴുതാം. എന്താണ്? ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ടോട്ടൽ പർച്ചേസ് എത്രയാണ്? 4,20,000 മൈനസ് ക്യാഷ് പർച്ചേസ് പറഞ്ഞിരിക്കുന്നത് 40,000 മൈനസ് പർച്ചേസ് റിട്ടേൺ 20,000.
അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 3,60,000 എന്തായിട്ട് കിട്ടും? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ CTR കണ്ടുപിടിക്കാൻ ആദ്യത്തെ ഐറ്റം കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ക്രെഡിറ്റ് പർച്ചേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3,60,000. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ബിൽസ് പേയബിൾ കണ്ടുപിടിക്കണം. ഇനി എന്താണ് നമ്മൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുക. ആവറേജ് ക്രെഡിറ്റേഴ്സ് നേരത്തെ പറഞ്ഞ ക്ലോസിംഗ് മാത്രമേ തന്നിട്ടുള്ളൂ, ഓപ്പണിംഗ് തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ ടു ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 70,000 പ്ലസ് 10,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 80,000 ആണ് എന്തായിട്ട് കിട്ടുക? ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? CTRന്റെ ഇക്വേഷനിൽ എടുക്കുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ക്രെഡിറ്റ് പർച്ചേസ് ഇക്വേഷൻ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 3,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 80,000. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 4.5 കിട്ടും. CTR ആയതുകൊണ്ട് ടൈംസ് എഴുതാം. അപ്പോൾ CTR ഇസ് ഈക്വൽ ടു 4.5 ടൈംസ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത എന്താണ്? വെലോസിറ്റി കൂടി കണ്ടുപിടിക്കണം. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡേയ്സിനെ കുറിച്ചൊന്നും സ്പെസിഫിക് ആയിട്ട് പറയാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ 365 തന്നെ എടുത്തു എന്നുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ 52 അല്ലെങ്കിൽ 12 ഏത് വേണമെങ്കിലും എടുക്കാം, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇക്വേഷൻ ഏതാ? 365 or 52 or 12 ഡിവൈഡഡ് ബൈ CTR. That is equal to 365 divided by 4. CTR നമുക്ക് എത്ര കിട്ടിയ? 4.5 കിട്ടി. That is equal to 81 days ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അതായത് 81.1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ റൗണ്ട് ചെയ്തിട്ട് 81 days നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടും കണ്ടുപിടിച്ചു, CTR കണ്ടുപിടിച്ചു, വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, അതിൽ ആവശ്യമില്ലാണ്ട് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് ഇറലവൻ്റ് ആണ്, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സും ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ഇല്ല. ആ രണ്ട് പ്രത്യേകതകളാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ടോട്ടൽ പർച്ചേസ് 3,80,000, പർച്ചേസ് റിട്ടേൺ 12,000, ക്യാഷ് പർച്ചേസ് 48,000, ബിൽസ് പേയബിൾ ഓൺ 1/1/2015 5,000, ബിൽസ് പേയബിൾ ഓൺ 31/12/2015 7,000, ക്രെഡിറ്റേഴ്സ് ഓൺ 1/1/2015 30,000, ക്രെഡിറ്റേഴ്സ് ഓൺ 31/12/2015 38,000. 360 days in a year. കാൽക്കുലേറ്റ് CTR ആൻഡ് വെലോസിറ്റി. ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ പോലെ തന്നെയാണ്. അതിൽ ആ ഡേയ്സിൻ്റെ കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെലോസിറ്റി കാണുമ്പോൾ എന്ത് ഉപയോഗിക്കണം? 360 ഉപയോഗിക്കണം. യാതൊരു വ്യത്യാസമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ തുടങ്ങാം. CTRന്റെ ഇക്വേഷൻ എഴുതാം. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എഴുതുക. ടോട്ടൽ പർച്ചേസ് മൈനസ് ക്യാഷ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ടോട്ടൽ പർച്ചേസ് എത്രയാണ്? 3,80,000 മൈനസ് ക്യാഷ് പർച്ചേസ് 48,000 മൈനസ് പർച്ചേസ് റിട്ടേൺ 12,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,20,000 നമുക്ക് എന്തായിട്ട് കിട്ടും? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഫർമേഷൻ. ക്രെഡിറ്റ് പർച്ചേസ് 3,20,000 കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കുക? ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കുക. ഇത് ക്വസ്റ്റ്യനിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് വരിക. ദെൻ ഓരോന്ന് ഐറ്റംസ് എടുത്ത് എഴുതാം. 5,000 പ്ലസ് 7,000 പ്ലസ് 30,000 പ്ലസ് 38,000 ഡിവൈഡഡ് ബൈ 2 ആണ് കിട്ടുക. അപ്പോൾ ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40,000 ആണ് എന്തായിട്ട് കിട്ടുക? ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ CTR കണ്ടുപിടിക്കാൻ രണ്ട് ഇൻഫർമേഷനും കിട്ടി. ഇനി ഇക്വേഷനിൽ കൊടുക്കുക. ക്രെഡിറ്റ് പർച്ചേസ് എത്രയാണ്? 3,20,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് 40,000. ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ CTR ഇസ് ഈക്വൽ ടു 8 ടൈംസ് നമ്മൾ ആൻസർ എഴുതി. ഇനി എന്തുകൂടി കണ്ടുപിടിക്കണം? വെലോസിറ്റി കൂടിയും കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 360 days in a year എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തന്നെ കണ്ടുപിടിക്കണം, ഡേയ്സിൽ തന്നെ കണ്ടുപിടിക്കണം. അതിലെടുക്കുമ്പോൾ 365 എടുക്കാനായിട്ട് പാടില്ല, 360 എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എഴുതാം. 365 or 52 or 12 ഡിവൈഡഡ് ബൈ CTR. ദാറ്റ് ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ CTR. നമുക്ക് നേരത്തെ എത്ര കിട്ടിയ? 8 കിട്ടിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 45 days നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ വെലോസിറ്റി നമുക്ക് എത്രയായിട്ട് കിട്ടി? 45 days ആയിട്ട് കിട്ടി. അപ്പോൾ CTR 8 ടൈംസും കിട്ടി, വെലോസിറ്റി 45 daysഉം കിട്ടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്താം. ക്വസ്റ്റ്യൻ വായിക്കാം. ടോട്ടൽ പർച്ചേസ് 5,81,000, ക്യാഷ് പർച്ചേസസ് 30,000, പർച്ചേസ് റിട്ടേൺ 51,000, creditors at the end 1,05,000, bills payable at the end 60,000, reserve for discount on creditors 80,000,
കാൽക്കുലേറ്റ് ITR ആൻഡ് CTR ആൻഡ് വെലോസിറ്റി. അപ്പോൾ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ ഒന്നുമില്ല. രണ്ടും ബിൽസ് പേബിളിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും അറ്റ് ദി എൻഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തില്ല, ഓപ്പണിംഗ് ഇല്ല, അപ്പോൾ ബൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രത്യേകത മാത്രമുള്ളൂ. നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആദ്യം CTRന്റെ ഇക്വേഷൻ എഴുതാം. ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ എഴുതി. പിന്നെ അടുത്ത് എന്ത് കണ്ടുപിടിക്കുക, ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എഴുതാം. ടോട്ടൽ പർച്ചേസസ് മൈനസ് ക്യാഷ് പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 5,81,000 മൈനസ് ക്യാഷ് പർച്ചേസ് 30,000 മൈനസ് പർച്ചേസ് റിട്ടേൺ 51,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 lakhs നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ദാറ്റ് ഈസ് 5 lakh. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ എഴുതാം. നേരത്തെ പറഞ്ഞോണം ഓപ്പണിംഗ് ഇല്ല, അപ്പോൾ ക്ലോസിംഗ് മാത്രം എടുത്താൽ മതി. ബൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആഡ് ചെയ്യുക. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 1,05,000 പ്ലസ് 60,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 1,65,000 കിട്ടി. അപ്പോൾ ആവറേജ് ക്രെഡിറ്റേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുക? CTRന്റെ ഇക്വേഷനിൽ എഴുതുക. 5 lakhs ഇതാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്. 5 lakhs ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് 1,65,000 എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു 3.03 ടൈംസ് ആണ് നമുക്ക് അതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അപ്പോൾ CTR is equal to 3.03 times. ഓക്കെ, ദെൻ വെലോസിറ്റി കണ്ടുപിടിക്കുക. ഡേറ്റ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ 365 ഡിവൈഡ് ഇക്വേഷൻ ചെയ്താൽ 365 or 52 or 12 ഡിവൈഡഡ് ബൈ CTR ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച CTR എത്രയാണ്? 3.03 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 120 ഡേയ്സ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. 120.4 കിട്ടും. അത് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ 120 ഡേയ്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ CTRും കണ്ടുപിടിച്ചു, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റിയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി റേഷ്യോ കഴിഞ്ഞു, CTR കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ചെയ്യാനുള്ള, വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഒന്നും ആവശ്യമില്ല. ഇത്രയ്ക്കുള്ള ക്വസ്റ്റ്യൻസാണ് വരാറുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി റേഷ്യോ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു നിർത്താം. അതായത് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോയിലെ 3 പഠിച്ചു കഴിഞ്ഞു. ITR, DTR, CTR കഴിഞ്ഞു. ഇനി നാലാമത്തതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ദാറ്റ് ഈസ് WCTR. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി റേഷ്യോ ആയിട്ട് വരിക. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. നമ്മുടെ കമ്പനിയിലത്തെ സെയിൽസും നമ്മുടെ കമ്പനിയിലത്തെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കറണ്ട് റേഷ്യോ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. അതും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരാണ്. റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് WCTR, that is working capital turnover ratio. It indicates the number of times working capital is turned over during an year. അതായത് എത്ര പ്രാവശ്യം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചപ്പോൾ നമ്മൾ സർക്കുലേറ്റിംഗ് ഒരു ഇത് പഠിച്ചിട്ടുണ്ട്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ റോ മെറ്റീരിയൽ ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽ മേടിക്കണം. റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആവണം, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവണം, ഫിനിഷ്ഡ് ഗുഡ്സ് ഐദർ നേരിട്ട് ക്യാഷ് ആവണോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആവണോ, ദെൻ ഫൈനലി ഡെപ്റ്റേഴ്സ് ക്യാഷ് ആയിട്ട് മാറണോ. ആ ക്യാഷിനെ വെച്ച് നമ്മൾ വീണ്ടും വാങ്ങണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത് നമ്മൾ കണ്ടുപിടിക്കാനാണ് എത്ര തവണയാണ് ഒരു വർക്കിംഗ് ക്യാപിറ്റല് ടേൺ ഓവർ ചെയ്യുന്നത്. ക്യാഷ് മാറി കറങ്ങി വീണ്ടും തിരിച്ച് ക്യാഷ് ആയിട്ട് മാറണം. എത്ര സമയം എടുത്തിട്ടാണ് ഇതിങ്ങനെ കറങ്ങണത്. അതുപോലെ ഒരു കൊല്ലത്തിൽ ഇതുപോലത്തെ എത്ര സൈക്കിളുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ WCTR എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടേൺഡ് ഓവർ ഡ്യൂറിങ് എ ഇയർ. ഒരു കൊല്ലത്തിൽ എത്ര തവണ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ ആവുന്നുണ്ട്, കറങ്ങി വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെന്റ് ഇൻ ദ യൂസ് ഓഫ് കറണ്ട് അസറ്റ് ഓർ ഷോർട്ട് ടേം റിസോഴ്സസ് ഓഫ് എ ഫേം. നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റിസോഴ്സസ് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെ ടെസ്റ്റ് ചെയ്യാനുള്ള റേഷ്യോ ആണ് മൊത്തത്തിൽ കോമൺ ആയിട്ട് ആക്ടിവിറ്റി റേഷ്യോ എന്ന് കഴിഞ്ഞ ദിവസം ആക്ടിവിറ്റി റേഷ്യോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിലെ റിസോഴ്സസ് ഒക്കെ സ്കേഴ്സ് ആണ്. ആ സ്കേഴ്സ് റിസോഴ്സസ് എങ്ങനെയാണ് എഫക്റ്റീവായിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോസ് ആണ് ഏത് റേഷ്യോസ്? ആക്ടിവിറ്റി റേഷ്യോസ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റേഷ്യോ ആണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് നമ്മുടെ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം അസറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെന്റ് ഇൻ ദ യൂസ് ഓഫ് കറണ്ട് ഓർ ഷോർട്ട് ടൈം റിസോഴ്സസ് ഓഫ് ദി ഫേം. ഓക്കെ, ദെൻ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് സെയിൽസിൽ നിന്ന് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, WCTR നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബൈ ചാൻസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് സെയിൽസ് യൂസ് ചെയ്യാം. അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു മാർഗവും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേണമെങ്കിൽ ആ കോസ്റ്റ് ഓഫ് സെയിൽസിന് പകരം എന്ത് ഉപയോഗിക്കാം, നെറ്റ് സെയിൽസ് ഉപയോഗിക്കാം. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്യുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. ആദ്യം ഉപയോഗിക്കുന്നത് തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ നെറ്റ് സെയിൽസ്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടും തന്നു വിചാരിക്കാം, കോസ്റ്റ് ഓഫ് സെയിൽസും തന്നു നെറ്റ് സെയിൽസും തന്നെ നമ്മൾ ഏത് എടുക്കണം, കോസ്റ്റ് ഓഫ് സെയിൽസ് എടുക്കുക. കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടാത്തൊരവസ്ഥയിൽ മാത്രം, നമ്മുടെ ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് സെയിൽ ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രം നമ്മൾ എന്തെടുക്കാൻ പാടുള്ളൂ, നെറ്റ് സെയിൽ എടുക്കാനായിട്ട് പാടുള്ളൂ. കോസ്റ്റ് ഓഫ് സെയിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ITRൽ പഠിച്ചതാണ്. എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് CGSന്റെ കൊണ്ട് തന്നെയാണ് കോസ്റ്റ് ഓഫ് സെയിലിന് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അത് ഉപയോഗിച്ചിട്ട് എന്ത് കാണാം, CGS കാണാം. CGS ഇല്ലെങ്കിൽ നമ്മൾ നെറ്റ് സെയിൽ ഉപയോഗിക്കണം. നെറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് താഴെ എഴുതിയേക്കുന്നത്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഓക്കെ, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ലിക്വിഡിറ്റി റേഷ്യോയിൽ പഠിച്ചതാണ്. അത് തന്നെയാണ് ഇവിടെയും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാം. A high ratio indicate greater efficiency in the use of working capital. ഇനി നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കിട്ടുന്ന റേഷ്യോ ഒരു ഹൈ റേഷ്യോ ആണെങ്കിൽ എന്താണ്, ഗ്രേറ്റർ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റലെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇഫ് ദ റേഷ്യോ ഈസ് വെരി ഹൈ, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കൂടണമെന്നാണ് നല്ലത്. അതിൻ്റെ അർത്ഥം മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം തന്നെയാണ്. പക്ഷെ വല്ലാണ്ട് കൂടാനും പാടില്ല. നമ്മൾ ലിക്വിഡ് റേഷ്യോ ഒക്കെ പഠിക്കുമ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിക്വിഡിറ്റി റേഷ്യോ ലിക്വിഡ് റേഷ്യോ ഒന്നും വല്ലാണ്ട് കൂടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ WCTR വല്ലാണ്ട് കൂടിയാൽ അതിൻ്റെ പ്രശ്നം അവിടെ എന്താണ്, ഓവർ ട്രേഡിംഗ് ആണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ വേസ്റ്റേജ് ഓഫ് മണിയാണ്. ഇപ്പോൾ കുറേ ക്യാഷ് നമ്മൾ ലിക്വിഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു റിട്ടേണും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന റേഷ്യോ ഹൈ ആയാലും അർത്ഥം എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. പക്ഷേ വെരി ഹൈ ആയാൽ അവിടെ ഓവർ ട്രേഡിംഗ് ഉണ്ടാവും. ഇഫ് ദ റേഷ്യോ ഇസ് വെരി ലോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി അണ്ടർ ട്രേഡിംഗ്. അപ്പോൾ വല്ലാണ്ട് കൂടാനും പാടില്ല, വല്ലാണ്ട് കുറയാനും പാടില്ല. ഒരു ആവറേജിൽ നിന്നാൽ ഇറ്റ് മീൻസ് ദർ ഈസ് ആൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കാണ് WCTRൻ്റെ മെയിൻ ഇൻട്രൊഡക്ഷൻ വരുന്നത്. സെയിൽസും വർക്കിംഗ് ക്യാപിറ്റലും നമ്മുടെ റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇതെന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹൈ റേഷ്യോ ആണെങ്കിൽ അത് എഫിഷ്യൻ്റ് ആണ്, വല്ലാണ്ട് കൂടാനും പാടില്ല, വല്ലാണ്ട് കുറയാനും പാടില്ല. ഇക്വേഷൻ CGS ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. CGS ഇല്ലെങ്കിൽ മാത്രം എന്ത് ഉപയോഗിക്കാം, നെറ്റ് സെയിൽ ഉപയോഗിക്കാം. ദെൻ നമ്മൾ നേരത്തെ ITRലും DTRലും CTRലും ഒക്കെ വെലോസിറ്റി കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഇതിനുമുണ്ട് ഒരു ആവറേജ് സർക്കുലേഷൻ പീരീഡ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. ഇക്വേഷൻ നേരത്തെ പോലെ തന്നെയാണ് 365 or 52 or 12 ഡിവൈഡഡ് ബൈ WCTR. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് കളക്ഷൻ പീരീഡ് കിട്ടും, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിലെ വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ ഇക്വേഷനും കൂടി ഉണ്ട്, 365 or 52 or 12 ഡിവൈഡഡ് ബൈ WCTR. ഓക്കെ, അപ്പോൾ ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇൻട്രൊഡക്ഷൻ പാർട്ട്. നേരത്തെ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം പഠിച്ച മൂന്നെണ്ണം ITR, DTR, CTR ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ആക്ടിവിറ്റി റേഷ്യോസ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും വല്ലപ്പോഴും ഒരു തവണ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക WCTR. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാം. സെയിൽസ് 5,75,000, സെയിൽസ് റിട്ടേൺ 15,000, കറണ്ട് അസറ്റ് 2 lakhs, കറണ്ട് ലയബിലിറ്റി 1,20,000. കാൽക്കുലേറ്റ് WCTR ആൻഡ് സർക്കുലേഷൻ പീരീഡ്. രണ്ടും കണ്ടുപിടിക്കണം, WCTRും കണ്ടുപിടിക്കണം, സർക്കുലേഷൻ പീരീഡും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ WCTR ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എഴുതാം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടുപിടിക്കാൻ എന്താണ് നമ്മൾ പഠിച്ചേക്കുന്നത്, സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ലെസ് ചെയ്യണം, അല്ലെങ്കിൽ
നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ് സി ജി എസ് കണ്ടുപിടിക്കാനുള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനൊറ്റൊരു ഇൻഫർമേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? സി ജി എസ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? നെറ്റ് സെയിൽസ് ഉപയോഗിക്കാം. അപ്പോൾ നെറ്റ് സെയിൽസ് ഉപയോഗിക്കാം. ഞാൻ പ്രത്യേകം പറയുന്നു, ക്വസ്റ്റ്യനിൽ സി ജി എസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം എന്ത് ഉപയോഗിക്കാം? നെറ്റ് സെയിൽസ് ഉപയോഗിക്കാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ മസ്റ്റായിട്ടും എന്തിനു ഉപയോഗിക്കണം? സി ജി എസ് ഉപയോഗിക്കണം. ഇവിടെ സി ജി എസ് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു 2 ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ 2 ഇക്വേഷൻ്റെ ഡീറ്റെയിൽസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം? നെറ്റ് സെയിൽസ് ഉപയോഗിക്കാം. നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ? സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്തത്. സെയിൽസ് എത്രയാണ്? 5,75,000 ഉണ്ട് മൈനസ് സെയിൽസ് റിട്ടേണും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15,000. അപ്പോൾ 5,75,000 നിന്ന് 15,000 ലെസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5,60,000 കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് സെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ചു. ഞാൻ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 lakhs മൈനസ് 1,20,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 80,000. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള 2 ഡീറ്റെയിൽസും കിട്ടി. നെറ്റ് സെയിൽസ് 5,60,000 കിട്ടി, വർക്കിംഗ് ക്യാപിറ്റൽ 80,000 കിട്ടി. ഇനി നമുക്കത് ഇക്വേഷനിലേക്ക് കൊടുക്കാം. WCTR is equal to നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 5,60,000 ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ 80,000 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ WCTR is equal to 7 times. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത എന്താണ്? ആവറേജ് സർക്കുലേഷൻ പീരീഡ് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്ന് പറയുന്നത് 365 or 52 or 12 ഡിവൈഡഡ് ബൈ WCTR. അപ്പോൾ നമ്മൾ ഡേയ്സിൽ കണ്ടുപിടിക്കാം. 365 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 52 ഡേയ്സ് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ആവറേജ് സർക്കുലേഷൻ പീരീഡും അതുപോലെ എന്ത് കണ്ടുപിടിക്കുക? WCTR കണ്ടുപിടിക്കുക. 52.14 ആണ് ആവറേജ് സർക്കുലേഷൻ പീരീഡ് കിട്ടുക. അത് റൗണ്ട് ചെയ്യാം. 14 ആയതുകൊണ്ട് നമുക്ക് 52 ഡേയ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് WCTR. എളുപ്പമാണ്, പക്ഷേ തെറ്റിക്കുന്നത് ആ സി ജി എസും നെറ്റ് സെയിൽസും തമ്മിലുള്ള ആ ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് ഇക്വേഷൻ രണ്ടും ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രിഫറൻസ് ഏതിന് കൊടുക്കണം? സി ജി എസ് കൊടുക്കണം. സി ജി എസ് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? നെറ്റ് സെയിൽസ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നെറ്റ് സെയിൽസും തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നെറ്റ് സെയിൽസ് വെച്ചിട്ട് നമുക്ക് WCTR കണ്ടുപിടിക്കാം. പക്ഷെ അത് ഉപയോഗിച്ച് നമുക്ക് എന്തും കണ്ടുപിടിക്കാം? സി ജി എസും കണ്ടുപിടിക്കാം. സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സി ജി എസ് കിട്ടി. അപ്പോൾ അവിടെ നമുക്ക് നെറ്റ് സെയിൽസും വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സി ജി എസും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഏതിന് തന്നെ കൊടുക്കണം? സി ജി എസിന് തന്നെ കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ടെങ്കിൽ അതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും പ്രോബ്ലംസിന് വർക്കൗട്ട് ചെയ്യാം. പക്ഷേ ഇനി 2 ആക്ടിവിറ്റി റേഷ്യോസും കൂടി ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, സിമ്പിളാണ്. അധികം പ്രോബ്ലംസ് ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പ്രോബ്ലംസ് വരില്ല. രസയ്ക്കൊക്കെ കൂടെ ചോദിക്കുമല്ലോ. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും കൂടി വരുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. വർക്കിംഗ് WCTR എളുപ്പമായതുകൊണ്ട് ഞാൻ ഒരു പ്രോബ്ലത്തിൽ ഒതുക്കാണ്. നമുക്ക് ഇനിയും കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ WCTR കാൽക്കുലേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് WCTRൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. ഇനി ആക്ടിവിറ്റി റേഷ്യോയിൽ 5th വൺ ആണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. TATR അങ്ങനെ ഷോർട്ടായിട്ട് അങ്ങനെ എഴുതാം. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് ദി ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ബിസിനസ്. ഒരു കമ്പനിയിലെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേഷ്യോ ആണ് ഈ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ് ആൻഡ് സെയിൽസ്. നമുക്കറിയാം ടോട്ടൽ അസറ്റും ടേൺ ഓവറും. റേഷ്യോയുടെ പേരെന്താണ്? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ടോട്ടൽ അസറ്റും ടേൺ ഓവർ മീൻസ് സെയിൽസും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഒരു കമ്പനിയുടെ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, അത് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള റേഷ്യോ ആണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ദിസ് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ റേഷ്യോ ഓർ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അതായത് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്തതാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ വേറെ 2 പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ റേഷ്യോ ഓർ ക്യാപിറ്റൽ
ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും സെയിൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്തിട്ട് വെദർ ദ കമ്പനി ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് ഈ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഇക്വേഷൻ നോക്കാം, നമുക്ക് എളുപ്പമാണ്. സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. സെയിൽസ് ഉണ്ടെങ്കിൽ സെയിൽസ് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഓക്കെ. A high ratio indicate a better efficiency of management in utilization of total asset. ഇനി നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു റേഷ്യോ കിട്ടിയാൽ, ഒരു ഹൈ റേഷ്യോ കിട്ടിയാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ബെറ്റർ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ടോട്ടൽ അസറ്റ്. അതിൻ്റെ അർത്ഥം ആ മാനേജ്മെന്റ്, ആ ബിസിനസ്സിന്റെ മാനേജ്മെന്റ് ടോട്ടൽ അസറ്റ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. ഹൈ റേഷ്യോ. അപ്പോൾ ലോ റേഷ്യോ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ദർ ഈസ് നോ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ടോട്ടൽ അസറ്റ്. അപ്പോൾ അതാണ് അഞ്ചാമത്തെ റേഷ്യോ ആയിട്ട് വരുന്ന ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഒരു കമ്പനി പ്രോപ്പറായിട്ട് ടോട്ടൽ അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റേഷ്യോ ആണെന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. അവിടെ സെയിൽസിന് ഉപയോഗിക്കുന്നുണ്ട്, അവിടെ CGS ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിർബന്ധമാണ് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ. ടേൺ ഓവർ എന്ന് വെച്ചാൽ സെയിൽസ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് തന്നെ ഉപയോഗിക്കണം, ഈ ഇക്വേഷനിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കണം, സെയിൽസ് തന്നെ ഉപയോഗിക്കണം, CGS ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഹൈ റേഷ്യോ കിട്ടിയതിൻ്റെ അർത്ഥം എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ഇൻ ദ യൂട്ടിലൈസേഷൻ ഓഫ് ടോട്ടൽ അസറ്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി സിക്സ്ത് ആൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റി റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. നേരത്തെ എന്തായിരുന്നു, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആയിരുന്നു. ഇവിടെ എന്താണ്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടവ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് അസറ്റ് ആൻഡ് സെയിൽസും. ഫിക്സഡ് അസറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് കമ്പനി പ്രോപ്പറായിട്ട് ഫിക്സഡ് അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് മെഷർ ചെയ്യാനുള്ള റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. The sales of a company depends upon the utilization of fixed asset. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മുടെ കമ്പനിയിലത്തെ ഇഫക്റ്റീവ് ഫിക്സഡ് അസറ്റുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ആ വർക്കിംഗ് ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് ഉണ്ടായാലാണ് അവിടെ പ്രോപ്പറായിട്ട് സെയിൽസ് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ, സെയിൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദ സെയിൽസ് ഓഫ് എ കമ്പനി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഒരു കമ്പനിയുടെ സെയിൽസിനെ ഇഫക്റ്റ് ചെയ്യുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആ കമ്പനിയിലത്തെ ഫിക്സഡ് അസറ്റിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ. അതാണ് പറയുന്നത് ദ സെയിൽസ് ഓഫ് എ കമ്പനി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. This ratio measures the efficiency of the firm in utilizing its fixed asset. അങ്ങനെ നമ്മുടെ കമ്പനി പ്രോപ്പറായിട്ട് ഫിക്സഡ് അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു റേഷ്യോ ആണ് ഈ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ദെൻ അതിൻ്റെ ഇക്വേഷൻ ആണ് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു CGS ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. അതാണ് നമ്മുടെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. CGS ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, CGS തന്നെ ഇവിടെ എടുക്കണം, കാരണം സെയിൽസ് എടുക്കാനായിട്ട് പാടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫിക്സഡ് അസറ്റ് എടുക്കുമ്പോൾ അതെന്തിലാണ് എടുക്കുക, അറ്റ് കോസ്റ്റിലാണ് എടുക്കുക. അതായത് കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കാണിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അപ്പർ എന്തെന്നെ എടുക്കണം, ടോട്ടൽ സെയിൽസ് എടുക്കാനായിട്ട് പാടില്ല, CGS എടുക്കാനായിട്ട് പാടില്ല, നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ മസ്റ്റായിട്ടും എന്തെടുക്കണം, സെയിൽസ് എടുക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെ എടുക്കണമാണ്, നെറ്റ് സെയിൽസ് എടുക്കാനായിട്ട് പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് റേഷ്യോ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഫിക്സഡ് അസറ്റിലെ കോസ്റ്റ് ഓഫ് സെയിൽസ്, ടോട്ടൽ അസറ്റിലെ ടോട്ടൽ സെയിൽസ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചാൽ മതി. A high ratio is a sign of efficiency in the utilization of fixed assets. നമ്മൾ നേരത്തെ പറഞ്ഞ റേഷ്യോയെ പോലെ തന്നെ നമ്മളിതിന് ഇത് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഹൈ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ കമ്പനി പ്രോപ്പറായിട്ട് ഫിക്സഡ് അസറ്റുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ലോ റേഷ്യോ ആണെങ്കിൽ എൻ്റെ അർത്ഥം ദർ ഈസ് നോ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ആറാമത്തെ റേഷ്യോ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോസ് കഴിഞ്ഞു. മൊത്തം എത്ര റേഷ്യോസ് ഉണ്ട്? ഇപ്പോൾ 6 റേഷ്യോസ് ആണ് നമ്മുടെ ആക്ടിവിറ്റി റേഷ്യോയിലുള്ളത്. ഏതൊക്കെയാണ്? ഏറ്റവും പഠിച്ചതായിരുന്നു ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ,
Second one, debtors turnover ratio. Third one, creditors turnover ratio. Fourth one, working capital turnover ratio. Fifth one, നേരത്തെ പഠിച്ചത് ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ആൻഡ് സിക്സ്ത് വൺ ഇപ്പോൾ പഠിച്ച ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനെ 6 റേഷ്യോസ് ആണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റേഷ്യോ ആണ്. അതിലത്തെ ആദ്യത്തെ 3 കൂടുതലും ഇമ്പോർട്ടൻ്റ്. ITR, DTR, CTR. അതിൽ 2 നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ സെപ്പറേറ്റ് പഠിച്ച CTR മാത്രം 3 ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി 6 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട റേഷ്യോസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി റേഷ്യോസ്. ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി റേഷ്യോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ആദ്യത്തെ 4 കണ്ടുപിടിക്കണം. ദെൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് അസറ്റും ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോയും കണ്ടുവച്ചിരിക്കണം. 6 കണ്ടുവയ്ക്കണം എന്നാണ്. മാർക്കിനനുസരിച്ച് SK ആണെങ്കിൽ നിങ്ങൾ എന്തായാലും 6 കണ്ടുവയ്ക്കണം. ഒരു 4 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ആദ്യത്തെ 4 കണ്ടുവച്ചാലും മതിയാവും. അപ്പോൾ നമുക്ക് നോക്കാം. സെയിൽസ് ഫോർ ദി ഇയർ 30 lakhs, ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് 1,60,000. അത്രയ്ക്ക് ഇൻഫർമേഷൻ തന്നിട്ട് ഒരു ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി റേഷ്യോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് ക്വസ്റ്റ്യൻ. ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ട്. കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും അതുപോലെ ക്യാപിറ്റലും കറണ്ട് ലയബിലിറ്റീസും എല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി പ്രോബ്ലം ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങാം. ആദ്യത്തെ റേഷ്യോ എന്താണ്? ITR ആണ്. ITR ഇക്വേഷൻ എഴുതാം. CGS ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന ഇക്വേഷൻ എന്താണ്? 2 ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഒന്നാമത്തത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, കാരണം പർച്ചേസ് തന്നിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമ്മൾക്ക് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? CGS കണ്ടുപിടിക്കാം. അപ്പോൾ CGS കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആദ്യം എഴുതാം. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് എന്താണ്? 30 lakhs മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ഓഫ് നെറ്റ് സെയിൽസ്. അങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിൽസ് എത്രയാണ്? 30 lakhsൻ്റെ 20% നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 26 lakhs ആണ്. 30 lakhsൻ്റെ 20% എന്ന് പറയുന്നത് 6 lakhs ആണ്. അത് 30 lakhs ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 lakhs കിട്ടും. അതായത് നമ്മുടെ CGS നമുക്ക് എത്ര കിട്ടി? 24 lakhs കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ചത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ CGS കണ്ടുപിടിച്ചു. അടുത്ത എന്താണ്? ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ നിന്ന് കിട്ടും? ബാലൻസ് ഷീറ്റിനുള്ളിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വരും. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,60,000 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിനുള്ളിലത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 2 lakhs ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,80,000 കിട്ടും. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് നമുക്ക് എത്ര കിട്ടി? 1,80,000 കിട്ടി. CGS നമുക്ക് 24 lakhs കിട്ടി. ITRൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 24 lakhs ഡിവൈഡഡ് ബൈ 1,80,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 13.33 ടൈംസ് കിട്ടി. അതായത് ITR is equal to 13.33 ടൈംസ്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി റേഷ്യോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ആ വെലോസിറ്റി കൂടിയും കണ്ടുവച്ചു. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇക്വേഷൻ അല്ല 365 ഡിവൈഡ് ബൈ ITR. അതങ്ങനെ ചെയ്താൽ മതി. അതും കൂടി ഒന്ന് വെച്ചോളൂ. ആ സ്റ്റോക്ക് വെലോസിറ്റി കണ്ടുപിടിക്കുക. 365 ഡിവൈഡഡ് ബൈ ITR. 365 ഡിവൈഡഡ് ബൈ 13.33 ദാറ്റ് ഇസ് ഈക്വൽ ടു 27 days ആണ് സ്റ്റോക്ക് വെലോസിറ്റി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുക. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാതും കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വെലോസിറ്റിയും കൂടി കണ്ടുവച്ചിരുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി 27 days കിട്ടി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തത് കണ്ടുപിടിക്കാം. എന്താണ് രണ്ടാമത്തെ ആക്ടിവിറ്റി റേഷ്യോ? DTR ആണ്. ഇക്വേഷൻ എഴുതാം. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ്. ഇതാണ് നമ്മുടെ DTR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ എന്താ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽ ആണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ സെയിൽസിന് സെപ്പറേറ്റ് സ്പ്ലിറ്റപ്പ് ഒന്നും തന്നിട്ടില്ല. ആകെ ഒരു സെയിൽസിന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ അസ്യൂം ചെയ്യും? അത് തന്നെയാണ് നമ്മുടെ ക്രെഡിറ്റ് സെയിലാണ്. അതായത് ക്യാഷ് സെയിൽ ഇത്രയും സെപ്പറേറ്റ് പറഞ്ഞാലാണ് നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് അവിടെ തന്നിരിക്കുന്ന ആ 30 lakhs നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യും? ക്രെഡിറ്റ് സെയിലായിട്ട് തന്നെ അസ്യൂം ചെയ്യും. പ്രത്യേകിച്ച് ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് അതിന് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സെയിലത്തെ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ എത്രയാണ്? 30 lakhs തന്നെ. പ്രത്യേകിച്ചൊന്നും കുറയ്ക്കാനില്ല. അപ്പോൾ നമുക്കത് കിട്ടി. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഇസ് ഈക്വൽ ടു 30 lakhs.
എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ഡെപ്റ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ബൈ 2 ആണ്. പക്ഷേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പണിംഗ് തന്നിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് തന്നെയാണ് ആവറേജ് ഡെപ്റ്റേഴ്സ് ബൈ 2 ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ഇല്ലാത്തത് കൊണ്ട് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആയ 3,50,000 തന്നെ എന്തായിട്ട് എടുക്കുന്നു? ആവറേജ് ഡെപ്റ്റേഴ്സ് എടുക്കുന്നു. അന്ന് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗും ക്ലോസിംഗും തന്നാൽ മാത്രം ബൈ 2 ചെയ്യുക, ക്ലോസിംഗ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ബൈ 2 ചെയ്യേണ്ട. ആ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് തന്നെയാണ് എന്ത് ഡെപ്റ്റേഴ്സ്? ആവറേജ് ഡെപ്റ്റേഴ്സ്. ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഇവിടെ നിന്ന് കിട്ടുക നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്നുണ്ട് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3,50,000. അതാണ് അപ്പോൾ നമ്മുടെ ആവറേജ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എടുത്തെഴുതുക? 3,50,000 എടുത്തെഴുതാം. അപ്പം നമുക്ക് ആവശ്യമുള്ള രണ്ട് ഡീറ്റെയിൽസും കിട്ടി. DTRൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് 30 lakhs ഡിവൈഡഡ് ബൈ 3,50,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 8.57. അപ്പോൾ DTR നമുക്ക് എത്ര കിട്ടി? 8.57 ടൈംസ് നമുക്ക് ആൻസർ കിട്ടി. ഒപ്പം തന്നെ ആവറേജ് കളക്ഷൻ പീരീഡോടെയും കണ്ടുവച്ചിരിക്കുക. 365 ഡിവൈഡഡ് ബൈ DTR ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ 8.57 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 43 ഡേയ്സ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ആവറേജ് കളക്ഷൻ പീരീഡ് നമുക്ക് 43 ഡേയ്സ് ആയിരുന്നു കിട്ടി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി റേഷ്യോയും കഴിഞ്ഞു. DTRും കളക്ഷൻ പീരീഡും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാം. ഏതാണ്? CTR ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇക്വേഷൻ എഴുതാം. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് മൈനസ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. അതിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് പർച്ചേസസ് നമുക്ക് നേരത്തെ സെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമ്മൾ എന്തായിട്ട് എഴുതി? ക്രെഡിറ്റ് സെയിലായിട്ട് എഴുതി. ക്വസ്റ്റ്യനിൽ ഒരു സ്ഥലത്തും പർച്ചേസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് എവിടെ നിന്നാണ് പർച്ചേസ് കിട്ടുക? നമുക്ക് CGSൻ്റെ ഇക്വേഷൻ അറിയാം. CGSൻ്റെ ഇക്വേഷനിൽ ഏതാണ്? നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇക്വേഷനാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ കയ്യിൽ CGS ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്ത് കണ്ടുപിടിക്കാം? പർച്ചേസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണ്, വേറൊരു മാർഗ്ഗവുമില്ല. അപ്പം നമ്മളൊന്ന് ഒന്ന് ആലോചിക്കുക, എവിടെ നിന്നാണ് പർച്ചേസ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് ആലോചിക്കണം. അപ്പം നമുക്ക് ഈ ഒരു വഴി തെളിഞ്ഞു കിട്ടും. CGSൻ്റെ ഇക്വേഷൻ എഴുതാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, CGS നമ്മൾ ആദ്യം ITR കണ്ടുപിടിക്കാനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 24 lakhs മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിട്ടുണ്ട് 1,60,000 പ്ലസ് പർച്ചേസ് നമുക്കറിയില്ല, അപ്പോൾ പർച്ചേസ് തന്നെ എഴുതാം. ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് എഴുതണ്ട. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കായ 2 lakhs എഴുതാം. അപ്പോൾ പർച്ചേസസ് എത്രയായിരിക്കും? 1,60,000ഉം 2 lakhs ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 24 lakhs മൈനസ് 2 lakhs ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് 2 lakhs പ്ലസ് 1,60,000 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 1,60,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24,40,000 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? പർച്ചേസ് ആയിട്ട് കിട്ടുക. അതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പർച്ചേസ് തന്നിട്ടില്ല, പക്ഷെ നമ്മൾ CGSൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? പർച്ചേസസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഈസ് 24,40,000 നമുക്ക് പർച്ചേസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കണം. നേരത്തെ പോലെ തന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തരാത്തത് കൊണ്ട് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് തന്നെ എന്തായിട്ട് എടുത്തു? ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുത്തു. ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ക്രെഡിറ്റേഴ്സ് എമൗണ്ട് ആയ 3 lakhs rupees ആണ് നമ്മുടെ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുത്തത്. ഇനി നമ്മൾ CTR കണ്ടുപിടിക്കുക. നമ്മൾ പർച്ചേസസ് 24,40,000 ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ് ആയ 3 lakhs ദാറ്റ് ഇസ് ഈക്വൽ ടു 8.13 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ CTR ഇസ് ഈക്വൽ ടു 8.13 ടൈംസ് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ദെൻ അപ്പോൾ തന്നെ എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് പേയ്മെൻറ്റ് പീരീഡും കണ്ടുപിടിക്കുക. 365 ഡിവൈഡഡ് ബൈ CTR ദാറ്റ് ഇസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ 8.13 ദാറ്റ് ഇസ് ഈക്വൽ ടു 45 ഡേയ്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആക്ടിവിറ്റി റേഷ്യോയും കഴിഞ്ഞു. ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോയും കണ്ടുപിടിച്ച് വെച്ചു നമ്മൾ. ദെൻ ആവറേജ് പേയ്മെൻറ്റ് പീരീഡും കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് നാലാമത്തേക്ക് പോവാം. ഏതാണ്? WCTR അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇക്വേഷൻ എഴുതാം. കോസ്റ്റ് ഓഫ് സെയിൽസ് CGS ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് നമ്മുടെ WCTR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതിൽ CGS എത്രയാണ്? 24 lakhs നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്, അത് എടുത്തെഴുതി. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലില്ല, നമ്മൾ കണ്ടുപിടിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കാം. എത്രയാണ് കറണ്ട് അസറ്റുകൾ? ഏതൊക്കെ തന്നിരിക്കുന്നത്? കറണ്ട് അസറ്റുകൾ സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്. മറ്റേ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഫിക്സ്ഡ് അസറ്റ് ആണ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റും ഫിക്സ്ഡ് അസറ്റ് ആണ്. ബാക്കിയുള്ള 3 എണ്ണമാണ് നമ്മുടെ കറണ്ട് അസറ്റുകൾ. അത് എടുത്ത് എഴുതാം.
2 lakhs plus 3,50,000 plus 50,000. അപ്പോൾ കറണ്ട് അസറ്റ് ആയി. മൈനസ് കറണ്ട് ലൈബിലിറ്റി ഏത് മാത്രമുള്ളൂ നമുക്ക് ക്രെഡിറ്റേഴ്സ് അല്ല, ഒരു ബാങ്ക് ലോൺ ലോങ് ടൈം ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കറണ്ട് ലൈബിലിറ്റി അല്ല, അപ്പോൾ ആകെ ഒരെണ്ണമുള്ള ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അത് ലെസ് ചെയ്യാം, മൈനസ് 3 lakhs. അപ്പോൾ നമ്മൾ ഒരൊറ്റടിക്ക് ചെയ്യാം. ഞാൻ ഇതിന് വേണ്ടി കറണ്ട് അസറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, കറണ്ട് ലൈബിലിറ്റി സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റടിക്ക് ചെയ്യാം. എല്ലാ കറണ്ട് അസറ്റിലും എടുത്തെഴുതുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? കറണ്ട് ലൈബിലിറ്റി കുറച്ചാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര കിട്ടും? 3 lakhs കിട്ടും. അപ്പോൾ നമുക്ക് WCTR കണ്ടുപിടിക്കാനുള്ള രണ്ട് ഡീറ്റെയിൽസും കിട്ടി. CGS 24 lakhs കിട്ടി, വർക്കിംഗ് ക്യാപിറ്റൽ 3 lakhs കിട്ടി. WCTRന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. 24 lakhs ഡിവൈഡഡ് ബൈ 3 lakhs ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 8 കിട്ടും. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എത്രയായി? നമുക്ക് 8 times ആയി കിട്ടി. അതിനൊപ്പം എന്തുകൂടി കണ്ടുവച്ചിരിക്കുക? ആവറേജ് സർക്കുലേഷൻ പീരീഡ് കൂടി കണ്ടുവയ്ക്കുക. 365 ഡിവൈഡഡ് ബൈ WCTR ദാറ്റ് ഈസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 46 days കിട്ടും. അപ്പോൾ നമ്മൾ നാലാമത്തെ ആക്ടിവിറ്റി റേഷ്യോയും കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് WCTRും കണ്ടുപിടിച്ചു. അതിൻ്റെ ഒപ്പം നമ്മൾ ആവറേജ് സർക്കുലേഷൻ പീരീഡും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ആക്ടിവിറ്റി റേഷ്യോസ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അഞ്ചാമത്തതും ഇതിലത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടുവയ്ക്കാം. ഇക്വേഷൻ എഴുതാ. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ടോട്ടൽ അസറ്റ്. നേരത്തെ പ്രത്യേകം പറഞ്ഞിരുന്നു ഇവിടെ എന്താണ് ഉപയോഗിക്കണം? സെയിൽസ് തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതി. സെയിൽസ് എത്രയാണ്? ക്വസ്റ്റ്യൻ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. 30 lakhs ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് എത്രയാണ്? അതായത് അസറ്റ് സൈഡിലുള്ള ടോട്ടൽ എത്രയാണ്? 12 lakhs. 30 lakhs ഡിവൈഡഡ് ബൈ 12 lakhs ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആയിട്ട് എത്ര കിട്ടി? 2.5 times നമുക്ക് കിട്ടി. ലാസ്റ്റ് റേഷ്യോ ഏതാണ്? ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അതിൻ്റെ ഇക്വേഷൻ ഏതാ? CGS കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ്. ആ രണ്ട് ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കാം. CGS നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 24 lakhs നമ്മുടെ കയ്യിലുണ്ട്. ഫിക്സഡ് അസറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ നോക്കുക. ബാലൻസ് ഷീറ്റിൽ ആകെ രണ്ട് ഫിക്സഡ് അസറ്റുകളുള്ള ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറിയും 3,50,000ഉം 2,50,000ഉം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫിക്സഡ് അസറ്റ് ആയിട്ട് 6 lakhs കിട്ടും. ഇക്വേഷനിൽ കൊടുക്കുക. CGSൻ്റെ അവിടെ 24 lakhs ഡിവൈഡഡ് ബൈ 6 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. അതായത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ നമുക്ക് എത്ര കിട്ടി? 4 times കിട്ടി. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റി റേഷ്യോസും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി റേഷ്യോസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. നമ്മൾ എല്ലാതും കണ്ടുപിടിച്ചു. ആ അവസാനത്തെ രണ്ടെണ്ണം കണ്ടുപിടിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതും കൂടി അങ്ങനെ കണ്ടുവച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നും 1 by 1 ആയിട്ട് ഇക്വേഷൻസ് മനസ്സിലുണ്ടായാലേ നമുക്ക് 1 by 1 ആയിട്ട് നമുക്കത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.